ഇന്നത്തെ വീഡിയോ കുറച്ച് ആക്സസറീസ് ഉണ്ടാക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്കുള്ള ക്ലിപ്പുകളും പിന്നെ ടിക് ടാക്കിൻ്റെ ബാക്കിൽ ചെയ്യുന്ന ക്ലിപ്പുകളും പിന്നെ ഹെയർ ബാൻഡ്സുമാണ്. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് ഗ്ലിറ്റർ പേപ്പറാണ്. ഗ്ലിറ്റർ പേപ്പർ അല്ല, ഗ്ലിറ്റർ ഫോം. ഇതുണ്ടെങ്കിൽ പല കളേഴ്സിൽ കിട്ടും. ഇത് ഫോം ഷീറ്റ് വേണം, പിന്നെ സിസേഴ്സ് വേണം, പിന്നെ അത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ സ്ട്രെയിറ്റ്നർ വേണം. സ്ട്രെയിറ്റ്നർ ഇല്ലെങ്കിൽ അയൺ ബോക്സ് ആയാലും യൂസ് ചെയ്യാം. പക്ഷേ കുട്ടികൾ അത് യൂസ് ചെയ്യണ്ട, അതില്ലാതെ ചെയ്താലും മതി, കാരണം ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. അത് ഹെയർ ബാൻഡിലോട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പം 2 ടൈപ്പ് ഹെയർ ബാൻഡ്സും 2 ടൈപ്പ് ക്ലിപ്സും കാണിക്കുന്നുണ്ട്. പല ഡിസൈൻസും നമുക്ക് ഇഷ്ടമുള്ള പോലെ പല കളേഴ്സും വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പല കളറിൽ ഹെയർ ബാൻഡ് അവൈലബിൾ ആണല്ലോ. എൻ്റെ കയ്യിൽ ഒരു പിങ്കും ബ്ലൂവും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ചെയ്യണേ. അപ്പം ബ്ലാക്കിൽ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം ഈ ഒരു സിൽവർ ഫ്ലവേഴ്സ് ഞാൻ ഈ ലൈറ്റ് പിങ്ക് ഹെയർ ബാൻഡിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽവർ ഫോം ഷീറ്റ്, ഇങ്ങനെ പല ഗ്ലിറ്ററിൽ ഫോം ഷീറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ സിൽവർ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ വരയ്ക്കുക. ഒരു പാറ്റേൺ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് തന്നെ വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് ബാക്കി ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാം സെയിം ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായില്ല, എന്നാലും 3 എണ്ണം കുറച്ച് വലിയ സൈസും 3 എണ്ണം ഇച്ചിരി ചെറിയ സൈസും. കാരണം ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ, ഒരു പെറ്റലിൻ്റെ ഉള്ളിൽ വെക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 6 എണ്ണം കട്ട് ചെയ്തെടുക്കുക, 3 വലുതും 3 ചെറുതും. എന്നിട്ട് ഹോട്ട് അയൺ വെച്ചിട്ട് ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. നിൽക്കുന്നില്ല, അത് നമ്മളെന്തെങ്കിലും ഒരു സ്റ്റിക്കോ എല്ലാം വെച്ച് ചെയ്താലേ അത് നിൽക്കത്തുള്ളൂ. അത് പിടിച്ച് കൈ പൊള്ളാതെ നോക്കണം. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് ആണ് ചെയ്യേണ്ടത്, അതായത് ഷൈനി പാർട്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഉള്ളിലേക്ക് മടങ്ങി വരണമെങ്കിൽ. അത് കുറച്ച് നേരം ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഫോം ഷീറ്റ് ഒന്ന് ചുരുണ്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം എല്ലാ ഫ്ലവേഴ്സിൻ്റെയും പാറ്റേൺ അതുപോലെ ചൂടാക്കി എടുക്കുക. അപ്പം ഹോട്ട് ആൻഡ് വെച്ച് ചെയ്യുമ്പം കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഈ 6 പെറ്റൽസിൻ്റെ ഷേപ്പും അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. എല്ലാ പെറ്റൽസിനെയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പെറ്റൽ വയ്ക്കുക. ഒരു പെറ്റൽ വെച്ച് അത് ഫിക്സായി കഴിയുമ്പം അതിൻ്റെ മുകളിൽ അതിൻ്റെ ചെറിയ സൈസുള്ളൊരു പെറ്റലും കൂടെ വയ്ക്കാം. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ബീഡ്സ്, സിൽവർ കളറോ അല്ലെങ്കിൽ പേൾ കളറോ ബീഡ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പേളാണ്. അപ്പം 2-3 പേൾ ബീഡ്സ് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ 3 എണ്ണം ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്യാം. എല്ലാ ഫ്ലവേഴ്സും ആയിട്ടുണ്ട്. ഇനി ബീഡ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഹെയർ ബാൻഡ് റെഡി. ഇതുപോലെ പല കളേഴ്സിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് സിൽവറാണ്. ഇതുപോലെ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്ലവേഴ്സ് ചെയ്യാം. റെഡും യെല്ലോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കും, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ കയ്യിലുള്ള സാധാ ബ്ലാക്ക് ഓർ വൈറ്റ് ഹെയർ ബാൻഡിൻ്റെ മുകളിലും പ്ലെയിൻ കളേഴ്സ് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലും നമുക്കിതുപോലെ പല ടൈപ്പ് ഓഫ് കളേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ.
ഈ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ചെയ്യാനായിട്ട് ഞാൻ ബ്ലൂ ഹെയർ ബാൻഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ബ്ലൂ ഒരു ഷൈനി ഗ്ലിറ്ററി ഫോം ഷീറ്റും പിങ്ക് കളറും എടുക്കുന്നുണ്ട്. ബ്ലൂ ആൻഡ് പിങ്ക് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൂ വലുതായിട്ടും പിങ്ക് ഒരു ചെറിയ അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്സും ചെറുതായിട്ട് ഹോട്ട് അയൺ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അത് ചെറിയതായിട്ടൊന്ന് വളഞ്ഞിരിക്കും. അല്ലെങ്കിൽ ആ ഹെയർ ബാൻഡ് മുകളിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ അടിഭാഗം കാണും, അത് രസം ഉണ്ടാവില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷൈനി പോർഷൻ മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. ഇതുപോലെ രണ്ട് ഷേപ്സും ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ഹെയർ ബാൻഡ് മുകളിൽ ഫിക്സ് ചെയ്യാം. കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കൊച്ചു കുട്ടികളൊന്നും തന്നെ ചെയ്യരുത്. നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പ് ആദ്യം ചെയ്തിട്ട് അതിനെ ഹെയർ ബാൻഡിലോട്ട് ഫിക്സ് ചെയ്താൽ മതി. ബ്ലൂവിൻ്റെ മുകളിൽ ഗ്ലൂ ഇട്ടിട്ട് പിങ്ക് കട്ടിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കും. എന്നിട്ട് അതിനെ നേരത്തെ നമ്മൾ സിൽവറിൻ്റെ ചെയ്തതുപോലെ ആ ഹെയർ ബാൻഡിലേക്ക് ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? ഇനി ചെയ്യാൻ പോകുന്നത് ചെറിയ ടിക് ടാക് ക്ലിപ്പിലാണ്. അതിൽ ഒരു സൺഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഒരു ഓറഞ്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഷേപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്ലിപ്പിന് ജസ്റ്റ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ആ ഫ്ലവറിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ. ഒരുപാട് വലുതായി പോകരുത്, ക്ലിപ്പ് പുറത്ത് കാണുകയും ചെയ്യരുത്. ആ ഒരു ഷേപ്പിലൊരു സർക്കിൾ ജസ്റ്റ് വരച്ചെടുത്തിട്ട് ഫ്ലവർ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ പ്ലെയിൻ ടിക് ടാക്സ് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ ചെയ്യാൻ എന്ത് ഡിസൈൻ ചെയ്താലും ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് കവർ ചെയ്ത് ചെയ്താൽ നല്ല രസമായിരിക്കും. പിള്ളേരുടെ തലയിൽ ക്ലിപ്പ് ഇരിക്കുന്നത് കാണുകയില്ല. അവർക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്ലവറും എന്ത് കളേഴ്സും വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം. ഈ സർക്കിൾ വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പ് ഒരുവിധം കറക്റ്റായിട്ട് ഇരിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ പല പെറ്റൽസ് വരച്ച് വരുമ്പോൾ ചിലപ്പം ഷേപ്പ്ലെസ് ആയി പോകും. ഈ ഫ്ലവർ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് ഒരു ഗോൾഡനിലോ യെല്ലോ ഗ്ലിറ്റർ ഫോം ഷീറ്റിലോ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ മിഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹോട്ട് അയൺ വെച്ചിട്ട് ഈ ഫ്ലവറിനെയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ സൈഡ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സ്ട്രെയിറ്റ്നർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആ ഷേപ്പ് ഒന്ന് വളഞ്ഞു വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നേരെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണല്ലോ അതിൻ്റെ ബാക്ക് സൈഡ്, അത് പുറത്ത് കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ബെൻഡിങ് അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുവാണെങ്കിൽ അത് കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ചൂടാകും. ഇതും ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നടുക്കിങ്ങനെ വരുമ്പോൾ രസമായിരിക്കും അത് കാണാൻ. പക്ഷേ വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആവുന്നൊന്നും തോന്നുന്നില്ല.
ഇത് രണ്ടും ക്ലിപ്പിലേക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യണം. അതിനു മുമ്പ് പെറ്റൽ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഗോൾഡൻ ഡോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്ലിപ്പിലേക്ക് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം, കാരണം പ്ലാസ്റ്റിക് ക്ലിപ്പിൽ വെക്കുന്നതുകൊണ്ട് ശരിക്കും ഫിക്സ് ആയില്ലെങ്കിൽ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ ക്ലിപ്പ്. നെക്സ്റ്റ് ഒരു യൂണിക്കോണാണ് ചെയ്യുന്നത്, ടിക് ടാക്കിൻ്റെ മുകളിൽ തന്നെ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ പിന്നെ പിങ്ക്, ഈ 2 കളേഴ്സും വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിക്കോണിൻ്റെ തലയുടെ ഷേപ്പും ഒരു ട്രയാങ്കിളും സിൽവറിൽ കട്ട് ചെയ്തിട്ട് തലയുടെ മുകളിൽ വെക്കാനായിട്ട് പിങ്ക് ഗ്ലിറ്ററിങ് ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ആ ഹോൺ ആദ്യം ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ആ ഷൈനി പിങ്ക് ഹെയർ വയ്ക്കുന്നത്. അതുകൂടെ വെച്ച് കഴിയുമ്പോൾ ശരി യൂണിക്കോണിനെ പോലെ ഇരിക്കും. കണ്ടോ യൂണിക്കോൺ ആയില്ലേ? ഇപ്പോൾ ഇനി അതിന് കണ്ണും മൂക്കും മാത്രം വരച്ചാൽ മതി. അതൊരു മാർക്കറോ സ്കെച്ച് പെനോ വെച്ച്, സ്കെച്ച് പെൻ ശരിക്കും ക്ലിയർ ആവണമെന്നില്ല, ഇതിങ്ങനെ ഒരു ഷൈനി ഗ്ലിറ്ററുള്ളൊരു സാധനം, അതുകൊണ്ട് മാർക്കർ വെച്ചിട്ട് വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം സ്കെച്ച് പെൻ വെച്ച് ഞാൻ ട്രൈ ചെയ്തായിരുന്നു വേറെണ്ണത്തിൽ, പക്ഷേ അത് കാണുന്നുണ്ടായില്ല. ഇനി ജസ്റ്റ് ടിക് ടാക്ക് എടുക്കുക, നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ യൂണിക്കോണിൻ്റെ തല കട്ട് ചെയ്തപ്പോഴും ഞാൻ ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്, കാരണം അതിൻ്റെ ക്ലിപ്പിനെ കവർ ചെയ്ത് നിൽക്കണമല്ലോ. ഇത് ജസ്റ്റ് ടിക് ടാക്കിൽ ഫിക്സ് ചെയ്യുക. യൂണിക്കോൺ